ഇവിടെ ഭയപ്പെടുന്നു, ധാർഷ്ട്യം വരുന്നു. ഇതൊരു കേവലം പാർട്ടി സെക്രട്ടറി അല്ല പിണറായി വിജയൻ ഇന്ന്, പാർട്ടി സെക്രട്ടറി ഇന്ന് അതിനപ്പുറത്തേക്ക് അങ്ങനെയെങ്കിൽ പ്രതിപക്ഷ നേതാവ് സഭയിൽ ഉന്നയിച്ചൊരു കാര്യം ഞാൻ അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മോദിയും പിണറായിയും ഈ കാര്യത്തിൽ ഒരുപോലെയാണ് എന്നായിരുന്നു ശ്രീ രമേശ് ചെന്നിത്തലയുടെ ആക്ഷേപം. അങ്ങ് പറയുകയുണ്ടായല്ലോ, കേരളത്തിലാകെ നിയമവാഴ്ച തകർന്നിരിക്കുകയാണ്, അതൊന്നും ഇവിടെ പരിപാലിക്കപ്പെടുന്നില്ല, വൈരനിര്യാതന ബുദ്ധിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് രമേശ് ചെന്നിത്തല പറയുകയാണ്. 2002 ഗോദ്ര കലാപകാലം, അന്ന് ഇന്റലിജൻസ് ADGP ആയിരുന്ന RB ശ്രീകുമാറിനെ സീനിയോറിറ്റി ഉണ്ടായിട്ടും മോദി പറഞ്ഞതനുസരിച്ചില്ല എന്നതിൻ്റെ പേരിൽ DGP റാങ്ക് നൽകാതെ പുറത്തു നിർത്തി. അദ്ദേഹം വിരമിച്ച ശേഷം അദ്ദേഹം നിയമയുദ്ധം നടത്തി. പൂർവ്വകാല പ്രാബല്യത്തോടെയാണ് അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടിയത്. അപ്പോൾ അതോ വേണു അവിടെയാണ്. വേണു എനിക്ക് പറയാൻ സമയം തരണം. ഞാനത് ഇൻഡെപ്തായിട്ട് പഠിച്ച് കേരള ഹൈക്കോടതിയിൽ ശ്രീകുമാറിനെതിരായിട്ട് കേസ് ഫയൽ ചെയ്ത് ഞാൻ അതിപ്പോഴും ആ കേസ് പെൻഡിങ്ങിലാണ്. ഇനി പ്രസക്തി ഇല്ലെങ്കിൽ ഇപ്പോഴും പെൻഡിങ്ങിലാണ്. ഞാൻ അതിൽ കേസ് കൊടുത്തയാളാണ്. നമ്മുടെ ചാര സംഭവത്തോട് ബന്ധപ്പെട്ടുള്ള നടപടികൾ, ചാര സംഭവത്തോട് ബന്ധപ്പെട്ട നടപടികളിൽ അട്രോസിറ്റിൻ്റെ പേര് ഷോക്കോസ് കൊടുത്ത ഒരാൾ, നടപടി എടുത്തുകൊണ്ടിരുന്ന ഒരാൾ, UPA സർക്കാർ ആ അധികാരത്തിൽ വരുന്നത് വരെ അതിനു മുമ്പുള്ള അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള രീതിയിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ആ ഫയലുകൾ പോലും ജനങ്ങളുടെ മുമ്പാകെ 42ഓളം പത്രസമ്മേളനം അത് നടത്തിയിട്ടുള്ളത്. അങ്ങനെ ഒരാളിനെ വിളിച്ചിട്ട് അന്ന് എടുക്കാൻ സാധിക്കില്ല. ആ എടുക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. വേണുവിൻ്റെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയാം. 2007 മുമ്പ് 2006 പ്രകാശ് സിംഗ് കേസ് വരുന്നതിന് മുമ്പ് ഗവൺമെന്റ് ഇഷ്ടമുള്ള ആളുകളെ നിയമിക്കാം എന്നായിരുന്നു വ്യവസ്ഥ. രണ്ട് കൊല്ലത്തേക്ക് 2002 നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഉദ്ധരിച്ചിരിക്കുന്നത്. 2007 പ്രകാശ് സിംഗ്. അത് കഴിഞ്ഞതിന് ശേഷം 2011 കേരളം ഒരു പോലീസ് ആക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിന്റെയൊക്കെ ഒരു കാലവിളമ്പുണ്ട്. അതിനു മുൻപ് എക്സിക്യൂട്ടീവിന് ഇങ്ങനെ അമിതാധികാരം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. ഒരു നിമിഷം സാർ, അമിതാധികാരം ഉപയോഗിക്കാൻ കഴിയുമായിരുന്നു. അത് നിയന്ത്രിക്കപ്പെട്ടത് പിന്നീടാണ്. ആ അമിതാധികാരം ഉപയോഗിച്ചൊരു ഘട്ടം എന്ന ആനുകൂല്യം ഈ 2002 കൊടുക്കണമെന്നാണ് ശ്രീ ശ്രീധരൻപിള്ള പറയുന്നത്. സുപ്രീം കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല, നിയമനിർമ്മാണം വേണം. 2006 വിധിക്ക് ശേഷം 2011 കേരളത്തിൽ ഒരു നിയമനിർമ്മാണം ഉണ്ടായത്. അതിലാണ് ഈ 2 വർഷത്തെ ടെനുവർ എന്ന് പറയുന്നത്. ആ ടെനുവറിൻ്റെ അകത്ത് മാറ്റണമെങ്കിൽ അതിന് കാരണങ്ങൾ പറഞ്ഞു, മതിയായ കാരണങ്ങൾ വേണമെന്നുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ മതിയായതല്ല എന്ന് വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുണ്ട്. കൊണ്ടുവരാത്ത സംസ്ഥാനങ്ങളുണ്ട്, ഇത് പാടില്ല എന്ന് പറഞ്ഞ് ഇതിനെ എതിർത്ത കോടതിയിൽ പോയ സംസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ പറയൂ സാർ. വേണു, ഒരൊറ്റക്കാരൻ ഞാൻ പറയാം. എൻ്റെ സഹപാഠിയോട് ഉൾപ്പെടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. 2006 സുപ്രീം കോടതി ഇത് നടപ്പാക്കണമെന്നുള്ളത് അൾട്ടിമേറ്റം കൊടുത്തു. 1/1/2007 മുതൽ നടപ്പാക്കിയില്ലെങ്കിൽ സ്റ്റേറ്റ് അവേ കണ്ടംപ്റ്റ് ഓഫ് കോർട്ടാണെന്ന് പറഞ്ഞു. അത് നടപ്പാക്കുകയും പിന്നീട് നിയമനിർമ്മാണം നടത്താനോ പറഞ്ഞത്. അവിടെ എൻ്റെ 2 സുഹൃത്തുക്കൾ, 2 MLA-മാരുടെയും പാർട്ടികൾ ഒന്നിച്ച് കേരളത്തിൽ 2010 ബില്ല് അവതരിപ്പിച്ച് 2011 കേരള പോലീസ് ആക്ട് കൊണ്ടുവന്ന് എന്താണോ സുപ്രീം കോടതി പറഞ്ഞത് അതിനെ ഇവർ 2 കൂട്ടരും കൂടെ ചേർന്നിട്ട് അട്ടിമറിച്ചു. ഞാൻ മാതൃഭൂമിയിലും 3 പത്രങ്ങൾ ലേഖനം എഴുതിയല്ലാതെ കേരളത്തിലെ എല്ലാ പത്രങ്ങളും അതിനെ സ്വാഗതം ചെയ്യുകയായിരുന്നു. ജനകീയ പോലീസ് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ 56 പേജുള്ള ജഡ്ജ്മെന്റിൽ ഈ 2011 നിയമം പ്രകാശ് സിംഗ് ബാദലിന്റെ സത്ത ഉൾക്കൊള്ളുന്നതല്ല എന്ന് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും അത് തള്ളിക്കളഞ്ഞിട്ടില്ല. എന്ന് മാത്രമല്ല ഈ 97 അത് തള്ളിക്കളയുമെന്ന ആശങ്കയുണ്ടായിരുന്നു. അത് തള്ളിക്കളയുന്നതിലേക്ക് സുപ്രീം കോടതി പോകുമെന്ന ആശങ്കയുണ്ടായിരുന്നു. അതും ഉണ്ടായില്ല. അല്ല, ശരിയാണ്. പക്ഷെ ഇതൊക്കെ ഇപ്പൊ ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമായി. അന്നത്തെ മന്ത്രിമാർ അല്ല ശ്രീ ശ്രീധരൻപിള്ള, അതൊക്കെ ഈ കോടതിയുടെ വിധിയിൽ പരിശോധിക്കപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ആ നിയമത്തെ തള്ളി പറഞ്ഞിട്ടില്ല. നിയമത്തിലെ ഈ പ്രത്യേക ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്ന് കോടതി കണ്ടെത്തിയ വകുപ്പിനെയും തള്ളി പറഞ്ഞിട്ടില്ല. ശ്രീ ആരിഫ്, ആരൊക്കെ എവിടെയൊക്കെ ഇരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള നിങ്ങളുടെ ഒരു ധർമ്മസങ്കടമല്ല ഈ കോടതി ഉത്തരവ്? അല്ല, അങ്ങനെ കാണരുത്.
ഒരു വിധി വന്നു കഴിഞ്ഞാൽ ആ വിധി നടപ്പിലാക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാരിന് സെക്യൂരിറ്റി കമ്മീഷൻ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, സാധാരണഗതിയിൽ ഒരു നിമിഷം, സെക്യൂരിറ്റി കമ്മീഷൻ അട്ടിമറിച്ചു എന്ന് മാത്രമല്ല, സെക്യൂരിറ്റി കമ്മീഷന്റെ മുഖമുദ്രയായി വരേണ്ടത് സ്വതന്ത്ര വ്യക്തികൾ 3 പേർ ഉണ്ടാകണമെന്നതാണ് ആ വലിയ പാനലിൽ. ഇല്ല, ഇവിടെ ഇല്ല, ഇവിടെ ഇല്ല. ഞാൻ അന്ന് എഴുതിയതായിരുന്നു, അന്ന് ഞാൻ പറഞ്ഞതാണ്, എഴുതിയതാണ്. ശരി ശരി, അതൊക്കെ രാഷ്ട്രീയക്കാരായ 3 പേരെ വെച്ചു. ശരി ശരി. അല്ല, ഇത് ഇപ്പൊ വിധി നടപ്പാക്കത്തില്ല എന്ന് ഗവൺമെന്റ് പറഞ്ഞിട്ടില്ല, പറഞ്ഞോ? ഇന്നും വളരെ സുവ്യക്തമായി പ്രകാശ് സിംഗ് ബാദൽ വിധി നടപ്പാക്കത്തിന്റെ കാര്യം നമ്മുടെ മുന്നിലുണ്ടല്ലോ. വക്രീകരിച്ച് നടപ്പാക്കും, അതുപോലുള്ളൊരു വക്രീകരണമാണ്. മാന്യമായ സാവകാശം സർക്കാരിന് എടുക്കാം. ആ നടപ്പാക്കുന്നതിന് ഇപ്പോഴുള്ള കേഡർ തസ്തികകളിലുള്ള പോസ്റ്റിംഗ് സംബന്ധിച്ചുള്ള വ്യക്തത കൂടി വരണമെന്നാണ്. അല്ലാതെ വിധിയെ വെല്ലുവിളിക്കാനോ വിധി നടപ്പാക്കത്തില്ലെന്നോ വിധി നടപ്പാക്കാനുള്ള ബാധ്യതയും ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ടെന്ന് സമ്മതിച്ചുകൊണ്ട് തന്നെയാണ് വ്യക്തതയ്ക്ക് പോയിട്ടുള്ളത്. ആ വ്യക്തത പോകാനുള്ള ഗവൺമെൻറ് തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. ഏത് കാര്യത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബെഹ്റയെ സംബന്ധിച്ചുള്ള ഒന്നാമത്തെ പോയിന്റ് അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് അതാണ്. ബെഹ്റ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ലോ ആൻഡ് ഓർഡർ പോസ്റ്റിംഗ് ഇരിക്കുന്ന ഒരു DGP ആണ്. ആ DGPയെ തത്തുല്യമായ സ്ഥാനത്തേക്ക് മാറ്റിക്കൊണ്ടല്ലാതെ ഈ സെൻകുമാറിനെ പോസ്റ്റ് ചെയ്യാനാവില്ല. അതുകൊണ്ട് തത്തുല്യമായ സ്ഥാനത്തേക്ക് പോസ്റ്റ് ഇല്ല. നിങ്ങൾ ഇത്രയും സാങ്കേതികത്വം പറയുന്നുകൊണ്ട് ചോദിക്കുകയാണ്. ഇവിടെ SPCI ബെഹ്റ ഇരിക്കുകയായിരുന്നു, വിജിലൻസ് ഡയറക്ടറായി ജേക്കബ് തോമസും ഇരിക്കുകയായിരുന്നു. 2 കേഡർ DGP തസ്തികകളാണ് ഉള്ളത്, 2 നോൺ കേഡർ DGP തസ്തികകളും. നിങ്ങളുടെ ഗവൺമെൻറ് കാലത്തല്ലാതെ ഒരു 4 പേർക്ക് കൊടുത്തു, പക്ഷേ കേന്ദ്രം അതിന് അനുമതി നൽകിയിട്ടില്ല. അവിടെ നിൽക്കട്ടെ. അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ SPCയും വിജിലൻസ് ഡയറക്ടറും സ്വതന്ത്രമായ അധികാരമുള്ള 2 സ്ഥാനങ്ങളാണ്. അപ്പോൾ 2 ഈ പറയുന്ന കേഡർ DGP തസ്തികയിൽ ഇരിക്കുന്നവർ ആ പദവികളിൽ ഇരിക്കണം. ഇതാണ് നിയമപരമായി അല്ലെങ്കിൽ പോലീസ് ചട്ടപ്രകാരം വിവക്ഷിക്കപ്പെട്ടിട്ടുള്ളതാണല്ലോ. ഒരു SPC അതുപോലെ തന്നെ ഒരു വിജിലൻസ് ഡയറക്ടർ, 2 പേർക്കും നല്ല അധികാരമാണ്. നോൺ കേഡറിലൊരു DGP വന്നാൽ അത്രയും അധികാരം ഉണ്ടാകില്ല. അപ്പോൾ അങ്ങനെ ശക്തമായ അധികാരത്തിലൂടെ ഈ 2 സംവിധാനവും ബലവത്തായിരിക്കണം എന്ന സത്ത നിങ്ങൾ ഉൾക്കൊണ്ടോ? നിങ്ങൾ ഈ ജേക്കബ് തോമസ് മാറിയ സമയം നോക്കി നിങ്ങൾ ഈ DGPയെ തന്നെയാണ് അവിടെയും ചുമതല വെച്ച് കൊടുത്തിരിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ, 1 മാസമാണ് നീങ്ങിയത്. താൽക്കാലിക ചുമതല എന്ന് പറയുന്നത് 1 മാസമാണ് നീങ്ങുന്നത്. ഒരു നിമിഷം എന്ന് പറയുമ്പോൾ ഈ SPCയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരായ പരാതികൾ വരെ അന്വേഷിക്കുന്ന സംവിധാനമാണ് ഇപ്പോഴത്തെ വിജിലൻസ്. അവിടെയും ഇദ്ദേഹത്തിന് തന്നെ ചുമതല കൊടുത്തിരിക്കുകയാണ്. അവിടെ ഇരുന്നു കൊണ്ടാണ്, അത്ര നഗ്നമായ നിയമലംഘനം നടത്തിക്കൊണ്ടാണ്, അത്ര നഗ്നമായ നീതി നിർവഹണത്തിലെ ഇടപെടൽ നടത്തിക്കൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ബെഹ്റയെ ഞങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കും, ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വ്യക്തത വേണമെന്ന്. അദ്ദേഹത്തെ പോസ്റ്റ് മാറ്റിയിട്ടില്ല, അദ്ദേഹം ലീവിലാണ്. ലീവിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ പോസ്റ്റിലേക്ക് വേറെ ആൾ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെയൊക്കെ പറ്റും. അങ്ങനെയല്ലോ. അങ്ങനെയെങ്കിൽ നിങ്ങൾ മറ്റൊരാൾക്കാണ് അതിന്റെ ചുമതല കൊടുക്കേണ്ടത്. അല്ലല്ല, ഇത്തരം സമാനമായ സന്ദർഭങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. അപ്പോൾ വിജിലൻസ് ഡയറക്ടർ തന്നെയുള്ള ADGPക്ക് താൽക്കാലിക ചുമതല കൊടുത്തിട്ടില്ലേ? അങ്ങ് പറയുന്ന ഈ 1 മാസത്തെ കാലം എങ്ങനെയാണ് ഒരു ഇടപെടലിനുള്ള സാഹചര്യം ഒരുക്കുന്ന സംവിധാനമായി മാറുന്നത് എന്ന് മാത്രമല്ല എന്ന് ഈ പറയുന്ന 1 മാസത്തെ ഒരു താൽക്കാലികമായ ഒരു സംവിധാനമാണ് അത് എങ്കിൽ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുകയാണ്. ആ വിജിലൻസ് ഡയറക്ടർ അവധിയിൽ പോയിരുന്ന ഘട്ടം നോക്കി ആ വിജിലൻസ് ഡയറക്ടർ പുറത്തിറക്കിയ സർക്കുലറുകളെ മുഴുവൻ റദ്ദാക്കിക്കൊണ്ടുള്ള സർക്കുലർ ഇറക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോഴോ ഈ 1 മാസത്തെ ഈ അവധിയാണ് ഒരു താൽക്കാലിക സംവിധാനമാണെന്ന് ആനുകൂല്യം എന്തേ ആ കാര്യത്തിൽ എടുക്കാത്തത്? നിങ്ങൾ എല്ലാ നടപടികളും എടുക്കുന്നുണ്ട്, പക്ഷേ അത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്ന തരത്തിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിധത്തിലും. മറ്റുള്ളവരുടെ കാര്യം വരുമ്പോൾ നിങ്ങൾക്ക് വ്യക്തത കുറവ്, നിങ്ങൾക്ക് ആ കാര്യത്തിൽ സാവകാശം തേടേണ്ടതുണ്ട്, നിങ്ങൾ വെല്ലുവിളിക്കാൻ തയ്യാറല്ല, ഇങ്ങനെ പോകുന്നു. അല്ല, ഇക്കാര്യത്തിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഒരു കേഡർ തസ്തികയിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ലീവ് എടുത്ത് പോയാൽ അതേ തസ്തികയിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന് ചാർജ് കൊടുത്തുന്നേ ഉള്ളൂ. അതിനകത്ത് ഇപ്പോൾ നിങ്ങൾ പറയുന്നത് മാതിരി നേരത്തെ ഇറക്കിയ ഉത്തരവുകൾ റദ്ദ് ചെയ്യുക എന്നുള്ളതല്ല. അതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഗവൺമെൻറ് ഒരു വ്യക്തത വരുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇക്കാര്യത്തിൽ ഒരു റദ്ദ് ചെയ്തിട്ടില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആരോപിക്കുന്ന പോലെ ഒരു തരത്തിലുള്ള ഒരു നടപടിക്രമവും റദ്ദ് ചെയ്തുകൊണ്ട് ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ശ്രീ സണ്ണി ജോസഫ്, പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞു. ആ 5 വർഷക്കാലത്തെ UDF ഭരണത്തിനിടയിൽ 6 വിജിലൻസ് ഡയറക്ടർമാരെയാണ് വെച്ചത്. അത് മറന്നു പോകരുത്.
6 പേര്. അതെ, അതെങ്ങനെയാ വരുന്നത്? ഒരാളുടെ റിട്ടയർമെന്റിൽ പുതിയ ആളെ വെക്കും. നിങ്ങൾ നോക്കതേ, ഒരാൾ റിട്ടയർ ചെയ്താൽ ഇവിടെ ആരെ വെച്ചു എന്നതല്ല തർക്ക വിഷയം. ഒരു വർഷത്തിനുള്ളിൽ ചീഫ് സെക്രട്ടറി എത്രയായി? ഈ വിധിയുടെ സത്ത എന്ന് പറയുന്നത് സർക്കാരിന് ആരെയാണോ ഇഷ്ടപ്രകാരം നിയമിക്കാൻ കഴിയുക ആ അവകാശത്തെ എടുത്തു കളയുന്നതല്ല. നിങ്ങളൊരാളെ വെച്ചിരിക്കുന്നു, അയാളെ മാറ്റുന്നത് നിങ്ങൾ തന്നെ മുൻകൈയെടുത്ത് നടത്തി രൂപീകരിച്ച നിയമത്തിനെ ലംഘിക്കുന്നുണ്ടോ ഇല്ല? ഇതേ ഉള്ളൂ സുപ്രീം കോടതി. ജുഡീഷ്യൽ റിവ്യൂ നടത്തുമ്പോൾ ഇറഗുലാരിറ്റിയിൽ പാലിച്ചില്ലയോ എന്നുള്ള ഇറഗുലാരിറ്റിയുമാണ് അവിടെ വെരിഫൈ ചെയ്തത്. ഒന്നാമത് ഹൈക്കോടതി അതിന്റെ മെറിറ്റിലേക്ക് പോയില്ല, CAT-യുടെ അഭിപ്രായം അങ്ങനെ തന്നെ അംഗീകരിക്കുകയാണ് ചെയ്തത്. എന്ന് മാത്രമല്ല, ഈ പറയുന്ന സെൻകുമാറിന്റെ ചില വാദഗതികളിൽ കഴമ്പുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം അതിലേക്ക് പോകുന്നില്ല എന്നുമാണ് ഹൈക്കോടതി പറഞ്ഞത്. ഇതിനെ സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ദ റിമൂവൽ ഓർ ഡിസ്പ്ലേസ്മെന്റ് ഓർ ട്രാൻസ്ഫർ ഓഫ് ആൻ ഓഫീസർ ഫ്രം എ സെൻസിറ്റീവ് ടെനുവർ പോസ്റ്റ് റിക്വയർസ് സീരിയസ് കൺസിഡറേഷൻ ആൻഡ് ഗുഡ് റീസൺസ് ദാറ്റ് ക്യാൻ ബി ടെസ്റ്റഡ് സോ ദാറ്റ് ദ ഓഫീസർ ഈസ് നോട്ട് ഡെൽറ്റ് വിത്ത് ആസ് എ പോൺ ഇൻ എ ഗെയിം. ഇതൊക്കെ ശരിയാണ്. കളിയിലെ കരുവാൻ ഇതൊക്കെ ശരിയാണ്. ഒരു ഉദ്യോഗസ്ഥനെ ഇടയാക്കരുത്. ഇതൊക്കെ ശരിയാണ്. അതുകൊണ്ട് അത് വളരെ റീസണബിൾ ആയി മാറ്റാം. അതാണ് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അല്ലല്ല, നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ ആ കേസ് വിട്ടു. ഇപ്പം നിങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് ബെഹ്റയുടെ കസേര എവിടെ കൊണ്ട് വെക്കും എന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ കേസിന്റെ സത്തേ തന്നെ വിട്ടിരിക്കുകയാണ്. നിങ്ങൾ മറ്റൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ബുദ്ധിമുട്ട് മാത്രമാണ് പറയുന്നത്. കേസിന്റെ സത്ത ഞങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ റിവ്യൂ പെറ്റീഷനിലേക്ക് പോകുമായിരുന്നു. റിവ്യൂ പെറ്റീഷനിൽ പോയില്ല. ഞങ്ങൾ സത്തയെ ഉൾക്കൊണ്ടുകൊണ്ടും വിധി മാനിച്ചുകൊണ്ട് തന്നെയാണ് വ്യക്തത വരുത്താൻ പോകുന്നു എന്നാണ് പറയുന്നത്. അല്ല, റിവ്യൂ പെറ്റീഷൻ ആണെങ്കിൽ സത്തയെ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണെങ്കിൽ റിവ്യൂ പെറ്റീഷനിലെ പോകേണ്ടത്. പോയോ? പോയില്ലല്ലോ. ഞങ്ങൾ അതിന്റെ മെറിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ക്ലാരിഫിക്കേഷൻ ആണ് പോയിരിക്കുന്നത്. ഒരു നിമിഷം, അഡ്വക്കേറ്റ് പി. ശ്രീധരൻപിള്ള, ഒന്ന് ഈ പറയുന്ന പുനഃപരിശോധനാ ഹർജി അത് തള്ളപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഈ പറയുന്ന തിരുത്തൽ ഹർജി അല്ലേ? ഈ രണ്ട് പോംവഴികളാണ് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് മേലുള്ളത്. ഇത് രണ്ടുമല്ലാതെ വ്യക്തത വരുത്താനുള്ള ഹർജി അങ്ങനെയൊന്നുണ്ടോ? അറിയാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, അങ്ങ് പറയുക. ക്ലാരിഫിക്കേഷൻ സ്പെഷ്യൽ പവർ ഉപയോഗിച്ച് കൊടുക്കാം. പക്ഷേ ഇവിടെ പ്രശ്നം അതല്ല. ഈ രണ്ട് ഹർജികളും, വേണു പറഞ്ഞ രണ്ട് ഹർജികളും ഇതിൽ നിലനിൽക്കില്ല, ഒരിക്കലും നിലനിൽക്കാൻ പോകുന്നില്ല. കാരണം മിസ്റ്റേക്ക് ഓൺ ദ ഫേസ് അപ്പാരൻ്റ് ഓൺ ദ റെക്കോർഡാണ് റിവ്യൂ ഹർജി. അത് ക്രിമിനൽ കേസിൽ പറയാം, സിവിൽ കേസിൽ പറയാം. ഇതുപോലൊരു കേസിൽ ഒരിക്കലും അത് പറയാൻ സാധിക്കില്ല, പോയിന്റ് ഔട്ട് ചെയ്യാൻ സാധിക്കില്ല. രണ്ടാമത്തെ ഹർജിയെ സംബന്ധിച്ചിടത്തോളം കൊടുക്കണമെങ്കിൽ ഒരു സീനിയർ സർട്ടിഫൈ ചെയ്യണം. ഒരാളും സർട്ടിഫൈ ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് നിലനിൽക്കില്ല. മാന്യമായിട്ട് ഇക്കാര്യം കൈകാര്യം ചെയ്യേണ്ടതാണ്. ഞാനിതിൽ ഒരു കാര്യം കൂടി വേണു, അത് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ വിഷയം മാറ്റുകയല്ല. ഈ സെക്യൂരിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞ ഒന്നിനെ അട്ടിമറിച്ചതിൽ ഈ